പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ എഫാത്ത കുടുംബത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടി തൊടുപുഴയിലുള്ള ജോസഫ് ഏട്ടൻ എന്ന സഹോദരൻ്റെ ജീവിതത്തിൽ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കി കിട്ടിയ വലിയൊരു സാക്ഷ്യമാണ്. ജോസഫ് ഏട്ടനും കുടുംബവും വർഷങ്ങളായിട്ട് നമ്മുടെ എഫാത്ത ഗ്രൂപ്പിലെ അംഗമാണ്. ഡെയിലി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ഫാമിലിയാണ്. ഈ കുടുംബത്തെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തിയത് സ്വന്തം സഹോദരൻ്റെ സഹോദരൻ ഈ മക്കളെ പരാജയപ്പെടുത്താനായിട്ട് പലതരത്തിലെ ക്ഷുദ്ര പ്രവൃത്തികളും അതുപോലെ പല നേർച്ച കാഴ്ചകളൊക്കെ വെച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ പറമ്പിലിട്ട് ഇവരെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ എഫാത്ത ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട് ഫോൺ വിളിച്ചത്. അന്ന് ഈ ജോസഫ് ഏട്ടനും കുടുംബത്തിനും പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഇന്നും നമ്മുടെ ജീവിതത്തിലുള്ള ശത്രുക്കളെ ഒന്ന് പരാജയപ്പെടുത്താനായിട്ട്, ശത്രുക്കളെ അവരുടെ ആ ദുഷിച്ച പ്രവർത്തനത്തെ നിർവീര്യമാക്കാനായിട്ട്, സാത്താനെയും അവൻ്റെ അനുചരന്മാരെയും പരാജയപ്പെടുത്താനായിട്ട് ആ ജോസഫ് ഏട്ടന് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇന്ന് സ്നേഹത്തോടുകൂടി നമ്മൾക്കും ഒന്ന് സ്വന്തമാക്കാം. ഈശോ മിശിഹ പീഡാനുഭവ സമയത്ത് തൻ്റെ സ്വർഗീയ പിതാവിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രത്യേകത, അതായത് വിശുദ്ധ ബർന്നബാസിന് ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ശത്രുവിനെ, ആ ശത്രുവിൻ്റെ അസംഖ്യമായ ഗണങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട. നിങ്ങളെ വേദനിപ്പിക്കുന്ന ശത്രുക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ നീ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ വരുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയാണ് ഇന്ന് ജോസഫ് ഏട്ടൻ്റെ കുടുംബത്തിൽ ഉണ്ടായത്. ജോസഫ് ഏട്ടന് സ്വന്തമായിട്ട് ഒരു വലിയൊരു ബിസിനസ്സിൻ്റെ ഉടമയാണ്. 3 മക്കളും ഭാര്യയും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തിൽ അവർ പശുവിനെ വളർത്തുന്നുണ്ട്. മൃഗങ്ങളാണെങ്കിൽ പോലും ആ മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമൊക്കെ കലർത്തിയ ഭക്ഷണങ്ങൾ കൊടുക്കുക, ആ പറമ്പിൽ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ അത് മരിച്ച് ചത്ത് പോകുന്നൊരവസ്ഥയാണ്. അങ്ങനെയൊക്കെ ഒത്തിരി മേഖലകൾ എല്ലാ തരത്തിലും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഒരു കൃഷി പോലും മര്യാദയ്ക്ക് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇത്തരത്തിലായിരുന്ന ഈ കുടുംബത്തിൽ ഇന്ന് ഒരു തരത്തിലും ഒരു ശത്രുവിന് പോലും തൊടാൻ പറ്റാത്ത രീതിയിൽ ഈ ജോസഫ് ഏട്ടൻ്റെ മകൻ വിദേശത്തേക്ക് പോകാനും അതുപോലെ ഇവർക്ക് സ്വന്തമായി ഒരു 50 സെൻറ്റ് സ്ഥലവും വീടും കൂടെ സ്വന്തമായിട്ട് വാങ്ങിക്കാനുള്ള വരുമാനം കിട്ടി. അതുപോലെ തന്നെ മക്കളുടെ നല്ല വിദ്യാഭ്യാസം, ഇവരുടെ എല്ലാ മേഖലയിലും ഒരു പുരോഗമനമുണ്ടായി. ഈ സ്ഥലത്ത് അവർക്ക് സ്വന്തമായിട്ട് മാറി താമസിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. വർഷങ്ങളായിട്ട് കൂട്ടുകുടുംബമായി, അതായത് ഒരു പറമ്പിൽ തന്നെ 2-3 വീടുകൾ വെച്ച് സഹോദരങ്ങൾ ചുറ്റിനും താമസിച്ചുകൊണ്ടിരുന്നൊരവസ്ഥയാണ്. ഈ ജോസഫ് ഏട്ടനും കുടുംബവും നല്ല പ്രാർത്ഥനയുള്ളൊരു മക്കളാണ്. അതായത് പരിശുദ്ധ ബലിയിൽ പങ്കാളികളാകാൻ എന്നും മണിക്കൂറുകൾ നടന്ന് പള്ളിയിൽ പോകുന്നൊരു കുടുംബമാണ്. നമുക്കറിയാം, വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിൽ പലപ്പോഴും ഒത്തിരി എതിരാളികൾ വരാറുണ്ട്. പക്ഷേ ഈ എതിരാളികളെ നിർവീര്യമാക്കാൻ ദൈവത്തിന് പറ്റും. ഇന്ന് നമ്മുടെ ശത്രുവിനെ ചാരമാക്കുന്ന ഈ ഒരു പ്രാർത്ഥന വിശുദ്ധ ബർന്നബാസിന് ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത ഈ ഒരു പ്രാർത്ഥന നമുക്കും സ്വന്തമാക്കാൻ പറ്റും. ഇതാണ് ചെറിയൊരു പ്രാർത്ഥനയാണ്. ഈശോയുടെ ഇടത് കൈയിലെ തിരുമുറിവുകളെയും വേദനയെയും സമർപ്പിച്ച് ഈശോയുടെ തിരുരക്തത്തെയും ആ ഈശോ അനുഭവിച്ച വേദനയെയും ഈശോയുടെ ആ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വേദനിപ്പിക്കുന്ന ശത്രുവിൻ്റെ ശിരസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിൻ്റെ പ്രവൃത്തിയിലേക്ക് ഒന്ന് തളിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഈ അതിശക്തമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന ശത്രുഗണത്തെ, അതാരായാലും, സ്വന്തം സഹോദരനായാലും സഹോദരിയാണെങ്കിലും അയൽവാസിയാണെങ്കിലുമൊക്കെ അവരെ നശിപ്പിക്കാനല്ല, അവരുടെ ആ ദുഷിച്ച പ്രവർത്തനത്തെ നിർവീര്യമാക്കാനായിട്ട് ഈശോയുടെ തിരുരക്തത്തിന് പറ്റും. ആ വിശ്വാസത്തോട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ പരിശുദ്ധ മരണത്തിൻ്റെ അസംഖ്യം ശത്രുക്കളെ, അന്ധകാരത്തിൻ്റെയും ദുഷ്ടതയുടെയും രാജകുമാര, സകല നുണയന്മാരുടെയും പിതാവേ, എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന്മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടെ നിന്നൊഴുകിയ വിലയേറിയ തിരുരക്തത്തെയും
നിങ്ങളുടെ പതനത്തിനും നാശത്തിനും പീഡനത്തിനുമായി നിത്യപിതാവിന് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തമേ, എന്നിലും സകല മനുഷ്യരുടെ ജീവിതങ്ങളിലും ഭരണം നടത്തണമേ. ആമേൻ. ഈ പ്രാർത്ഥന നമ്മുടെ ഡെയിലിയുള്ള പ്രാർത്ഥനയിലൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നീതിയോടുകൂടി നീതിമാനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയാൻ ഒരു വലിയൊരു അനുഭവം നമുക്ക് ഉണ്ടാകും. ഈശോയുടെ തിരുമുറിവിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മളെ വേദനിപ്പിക്കുന്ന ശത്രുവിനെ സമർപ്പിച്ച് ഈ ജോസഫിയുടെ കുടുംബത്തിന് കിട്ടിയ ദൈവാനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. ശത്രുക്കളെ നശിക്കാനല്ല, അവരുടെ ആ ദുഷിച്ച പ്രവൃത്തിയാണ് നശിക്കേണ്ടത്. അനേകായിരം ആൾക്കാരുടെ സ്വസ്ഥത നടത്തുന്ന ഇത്തരത്തിലുള്ള തിന്മകളെ നിർവീര്യമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് നാഥനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക്, ആ ഇടത്തെ കയ്യിലെ തിരുമുറിവിലേക്ക് നമുക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോയുടെ ഇടത് കൈയിലാണ് ഏറ്റവും കൂടുതൽ ഈശോ വേദന അനുഭവിച്ചത്. ആ വേദനകളെയും ആ യാതനകളെയും അവിടെ നിന്നൊഴുകിയ തിരുരക്തത്തെയും ആ തിരുരക്തത്തുള്ളികൾ നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ തകർക്കുന്ന, നമ്മുടെ എല്ലാ നന്മകളെയും തകർത്ത് നശിപ്പിക്കുന്ന, നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന ശത്രു ആരാണോ ആ വ്യക്തികളെ, അവരുടെ ദുഷിച്ച പ്രവൃത്തികളെ നിർവീര്യമാക്കാൻ, അവരെ ആ ശത്രുവിൻ്റെ ദുഷിച്ച മനസ്സിനെ നിർവീര്യമാക്കാൻ, നമുക്കെതിരെയുള്ള ശത്രുക്കളെ ചാരമാക്കി മാറ്റാൻ, കത്തിച്ച് കളയാൻ ഈശോയുടെ തിരുരക്തത്തിൻ്റെ പവറുണ്ട്. ഇന്ന് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന ശത്രുവിനെ നിർവീര്യമാക്കാനായിട്ട്, ശത്രുതയുടെ മതിലുകൾ നിർവീര്യമാക്കാനായിട്ട് യേശുനാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിറഞ്ഞ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഫദർ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സാക്ഷ്യങ്ങൾ അയച്ച് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.